Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിക്ക് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയുണ്ടായി. ശക്തമായ IT കമ്പനികളുടെയും ബാങ്കിംഗ് മേഖലയിലെ മുൻനിര സ്ഥാപനങ്ങളുടെയും ആദ്യ ക്വാർട്ടർ Q1 FY27 സാമ്പത്തിക ഫലങ്ങൾ വിപണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയുണ്ടായി. സെൻസസ് ഏകദേശം 582 പോയിന്റ് ഉയരുകയും നിഫ്റ്റി 127 പോയിന്റ് ഉയർന്ന് 24,334 ഈ ഒരാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ ചെറിയ തോതിൽ ലാഭമെടുപ്പ് ഉണ്ടായതോടെ വിപണിയുടെ ഭീതി കുറഞ്ഞെങ്കിലും പ്രധാന ഇൻഡെക്സുകൾ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയും സർക്കാർ സെമികണ്ടക്ടർ നിർമ്മാണത്തിനും കയറ്റുമതി മേഖലയ്ക്കും നൽകിയ പ്രോത്സാഹനങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. സെൻസസ് ഏകദേശം 582 പോയിന്റ് ഉയരുകയും നിഫ്റ്റി 127 പോയിന്റ് ഉയർന്ന് 24,334 ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ ചെറിയ തോതിൽ ലാഭമെടുപ്പ് ഉണ്ടായത് വിപണിയുടെ ഭീതി കുറച്ചെങ്കിലും പ്രധാന ഇൻഡെക്സുകളെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയും സർക്കാർ സെമികണ്ടക്ടർ നിർമ്മാണത്തിനും കയറ്റുമതി മേഖലയ്ക്കും നൽകിയ പ്രോത്സാഹനങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുണ്ടായി. അതേസമയം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, വ്യാപാര കമ്മി ഉയരുന്നത്, കാലവർഷം വൈകുന്നത് എന്നിവ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശക്തി, ആഭ്യന്തര ഉപഭോഗം, ശക്തമായ കോർപ്പറേറ്റ് പ്രകടനം എന്നിവ വിപണിയെ കരുത്തുറ്റ നിലയിൽ നിലനിർത്തുന്നുണ്ട്. അതിനാൽ ഈ ലെവലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ആഗോള വിപണിയിൽ ഈ ഒരാഴ്ച മിക്സ്ഡ് പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിച്ചാലും കുറഞ്ഞതോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷ വിപണിക്ക് ആശ്വാസമായി. എന്നാൽ മറുവശത്ത് അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും ശക്തമായതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. അതിന്റെ നേരിട്ടുള്ള ആഘാതം ക്രൂഡ് ഓയിൽ വിലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം $88, WTI $82 മുകളിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹോർമസ് കടലിടുക്കിലൂടെ നടക്കുന്ന എണ്ണക്കപ്പൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുമെന്നുള്ള ആശങ്ക എണ്ണവിലയെ കൂടുതൽ ഉയർത്തുകയുണ്ടായി. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം എണ്ണവില ഉയരുമ്പോൾ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം സമ്മർദ്ദത്തിലാവുകയും പണപ്പെരുപ്പം വീണ്ടും ഉയരുകയും ചെയ്യുന്നു. ഇതോടെ RBIക്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും കുറയാം. അതിനാൽ അടുത്ത ഏതാനും ആഴ്ചകളിൽ അമേരിക്ക ഇറാൻ വിഷയവും ക്രൂഡ് ഓയിൽ വിലയും ആഗോള ഓഹരി വിപണികളുടെ നിശ്ചയ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. നിക്ഷേപകർ ഈ വാർത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സമയം കൂടിയാണിത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ശക്തമായ വളർച്ചാ പാതയിൽ എന്നത് ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ജൂൺ മാസത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 15.5% ഉയർന്നത് ആഗോള ആവശ്യകത ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ സൂചനയാണ്. ബാങ്ക് വായ്പ വളർച്ച 18.5% എത്തിയതും ആഭ്യന്തര ഉപഭോഗവും ബിസിനസ് പ്രവർത്തനങ്ങളും ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. സെമി കണ്ടക്ടർ മിഷൻ 2.0, MSME മേഖലയിലേക്ക് കൂടുതൽ പിന്തുണ, നിർമ്മാണ മേഖലയിലെ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങിയ സർക്കാർ പദ്ധതികൾ ദീർഘകാല വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ ഒരുക്കുന്നതാണ്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പണപ്പെരുപ്പമാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4.38%, ഭക്ഷ്യവില കയറ്റം 5.32% എത്തി. കാലവർഷം വൈകുന്നതും കാർഷിക മേഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും ഭക്ഷ്യവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ വേഗത്തിൽ ഉയരുന്നതോടെ വ്യാപാര കമ്മിയും വർദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യകത, അടിസ്ഥാന സൗകര്യ വികസനം, സർക്കാർ നയങ്ങൾ, സ്വകാര്യ നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് രാജ്യത്തിന്റെ ദീർഘകാല വളർച്ചാ സാധ്യത ഇപ്പോഴും ശക്തമാണെന്നുള്ള ആത്മവിശ്വാസമാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. അടുത്ത ആഴ്ചയും ഇന്ത്യൻ ഓഹരി വിപണി മികച്ച ചലനങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അസ്ഥിരതയും തുടരുമെന്ന് നിക്ഷേപകർ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായ Q1 FY27 സാമ്പത്തിക ഫലങ്ങളാണ് വിപണിയുടെ ദിശ നിർണ്ണയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. കമ്പനികളുടെ മാനേജ്മെന്റുകളുടെ ഭാവി വളർച്ചയെക്കുറിച്ച് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, ലാഭ മാർജിൻ, പുതിയ നിക്ഷേപ പദ്ധതികൾ എന്നിവ ഓഹരി വിലയെ ശക്തമായി സ്വാധീനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ PMI ഡേറ്റ, വിദേശ നാണയ ശേഖരണം, അമേരിക്കയിലെ തൊഴിൽ കണക്കുകൾ, ചൈനയുടെ പലിശ നിരക്ക് തീരുമാനം, ആഗോള PMI റിപ്പോർട്ടുകൾ, ക്രൂഡ് ഓയിലിന്റെ ഇൻവെന്ററി, അമേരിക്ക ഇറാൻ സംഘർഷത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ എന്നിവയും വിപണിയെ സ്വാധീനിക്കുന്ന മറ്റു പ്രധാന ഘടകങ്ങളായിരിക്കും. കൂടുതൽ ഭയന്ന തീരുമാനങ്ങൾ എടുക്കാതെ ഗുണമേന്മയുള്ള കമ്പനികളിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം സമീപിക്കേണ്ടത് ഒരു ദീർഘകാലത്തിൽ മികച്ച സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. Thank you for watching.